സിജോ എന്താവും ഈ പേര് കൂടി വണ്ടി ഓടിക്കണം. ഏതാ നാട്? കേരളത്തിൽ 14 ജില്ലയുണ്ടല്ലോ സായിയെ. ഈ 14 ജില്ലയിൽ ഇപ്പോ ചില ആൾക്കാർ, ചില മനുഷ്യന്മാരല്ല, ചില ചിന്തകളുള്ള ആൾക്കാരുടെ പശു ചാണകം പിന്നെ ആ ബെൽറ്റ് തലയിൽ ചാണകം മാത്രമുള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രശ്നമുള്ള ജില്ലയായിട്ടുള്ള മലപ്പുറത്ത് കൂടിയാണ് ഞാനിപ്പോ യാത്ര ചെയ്തിരിക്കുന്നത്. ആദ്യ ദിവസമല്ല, മലപ്പുറത്ത് ഞാൻ എത്തിയിട്ട് ഇപ്പൊ 3-ാമത്തെ ദിവസമാണ്. അതായത് ഞങ്ങൾക്ക് ഒരിക്കലും ജില്ല തിരിച്ച് കാര്യങ്ങൾ പറയാൻ ഒരു താല്പര്യമില്ല അല്ലേ. ജില്ല അല്ല, സ്റ്റേറ്റ് അല്ല, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ആ ഒരു മൂഡാണ്, മനുഷ്യന്മാരാണ്, അതാണ് നമ്മളൊരു മൂഡ്. പക്ഷെ ചില ആളുകൾ എൻ്റെ ജില്ലയെ കുറിച്ച് ഇരുന്നിട്ട് ഈ വേണ്ടാത്തരം പറയുന്നത് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു കയറി വന്നിട്ടാണ്. ശരിക്കും ഇവനൊന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ നമ്മളാ ജില്ലയെ പറയുമ്പോൾ നമുക്ക് പൊള്ളുമല്ലോടെ. സിജോ ഇപ്പൊ വന്നിട്ട് ആലപ്പുഴക്കാരനാണ്. ഇവിടെ ഒരു കംപ്ലൈന്റ് എനിക്ക് പറയാനായിട്ടുണ്ട്. എനിക്ക് മലപ്പുറത്ത് വന്നിട്ട് എനിക്ക് പച്ചവെള്ളം കിട്ടിയിട്ടില്ല. ഇല്ലില്ല. അതിന് പകരം എനിക്ക് സർബത്ത്, ബിരിയാണി, അവിൽ മിൽക്ക്, നമ്മുടെ കോഴിക്കോട് ഹൽവ, വയർ നിറച്ച് ഫുഡാണ്. ആര് കണ്ടാലും, മലപ്പുറത്ത് ആര് കണ്ടാലും കെട്ടിപ്പിടിച്ച് നമ്മുടെ വർത്താനം പറഞ്ഞു. കോഴിക്കോട് സൂപ്പറാണ്. കോഴിക്കോടിൽ പ്രത്യേക ഏതോ സ്ഥലങ്ങളിലാണ് ഈ പ്രശ്നം കണ്ടുവരുന്ന പറഞ്ഞത്. ഏത് മറ്റൊരുതാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോ മലപ്പുറം കോഴിക്കോട് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷയം വേറൊന്നുമല്ല, എന്റെ നാടിനെ കുറിച്ച് വീണ്ടും വെള്ളാപ്പള്ളി കഴിഞ്ഞപ്പോ അടുത്ത ആള് ചാടി ഇറങ്ങിയിരിക്കുകയാണ്. ടെസ്റ്റ് നമ്പർ 2 കെ സുരേന്ദ്രൻ. വ്രതമെടുക്കുന്ന 1 മാസം മലപ്പുറത്ത് ഒരു തുള്ളി പച്ചവെള്ളം ഒരാൾക്കും ലഭിക്കില്ല. അല്ലെങ്കിൽ ഒരു കടയിൽ ചെന്ന് ഹാൻഡ്സ് ചോദിച്ചാൽ തരില്ല. മലപ്പുറത്തുകാരിങ്ങനെ ഹാൻഡ്സ് വിൽക്കണവരല്ല. പച്ചവെള്ളം ചോദിച്ചാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ല മിസ്റ്റർ സുരേന്ദ്രൻ. ഈ സുരേന്ദ്രൻ ജി, നിങ്ങൾ ഏത് കടയിലാണ് പോയെ? അല്ലെങ്കിൽ മലപ്പുറത്ത് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് വെള്ളം തരാഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ല, ചിലപ്പോ ഇങ്ങനെ ആയിരിക്കുമടാ, ഇയാളെ കണ്ടോട് കൊടുക്കാതിരുന്നതാവും. അതിപ്പോ നോമ്പുകാലായതുകൊണ്ടല്ല, വെള്ളം കൊടുക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരുത്തനായതുകൊണ്ട് തരായിരുന്നാവും കണക്ക്. എനിക്കത് തോന്നുന്നത്. ഇനി വേറൊരു കാര്യമുണ്ട്, മേലെ മലപ്പുറത്ത് കൂടി വരാനും പാടില്ല. കരിഞ്ഞാലും അല്ല, ഞാൻ പറയുന്നത് വരണമെന്നാ പറയുന്നത്. ഡയലോഗ് അടിച്ചിട്ട് അല്ല, ഇഞ്ഞൊരു വെള്ളം കൊടുക്കുന്നു എന്തെങ്കിലും കൊടുക്കൂല. അല്ല, സുരേന്ദ്രൻജിയും സുരേന്ദ്രൻജിയുടെ കൂടുതലുള്ള ആൾക്കാരും അടുത്ത തവണ നോമ്പ് നടക്കുന്ന സമയത്ത് മലപ്പുറത്ത് വരണം, എന്നിട്ട് പറയണം എവിടെയാണ് വെള്ളം കിട്ടാൻ. മലപ്പുറത്തിന്റെ ഒരറ്റം മുതൽ മലപ്പുറത്തിന്റെ മറ്റേ അറ്റം വരെ ജില്ലയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് നടക്കണ്ടല്ലേ? നടക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവര്. നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ ഞങ്ങൾ തരാം. നിങ്ങൾ നോമ്പ് കാലത്ത് മലപ്പുറത്ത് വന്ന് ഒരറ്റം മുതൽ വേറെ അറ്റം വരെ മലപ്പുറത്ത് നിങ്ങൾ ഒരു ഗ്യാങ്, ഒരു 10-20, ഞാനും വരാം, ഒരു 10-20 ഒരു കമ്മിറ്റി പോലെ രൂപീകരിച്ചിട്ട് സുരേന്ദ്രൻ ജീനെയും കുറച്ച് ആൾക്കാരെ മലപ്പുറത്തുള്ള അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓരോ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് വയർ നിറച്ച് വെള്ളവും ബിരിയാണിയും എല്ലാം, ബീഫ് ബിരിയാണി, പൊറാട്ട, കുഴിമന്തി, അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ചു തരാം. കഴിച്ചങ്ങണ്ട് അർമായിക്ക് മക്കളെ. എന്നിട്ട് ഇയാൾ പറഞ്ഞേക്കണ്ടേ? ഞങ്ങൾ പറഞ്ഞ മസ്റ്റാണ്. ഇപ്പൊ ഇയാൾ പറഞ്ഞു കേൾക്കാൻ. നമ്മളിപ്പോ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് ആരാ ശബരിമല വ്രതം നോൽക്കുന്നതിനെ കുറിച്ച് പറയുന്നത്? മിസ്റ്റർ സുര, നിങ്ങളാണോ? വെച്ചത് ഞങ്ങൾ കണ്ടിരുന്നു. മലയാളികൾ മൊത്തം കണ്ടതാടി. അതിനുശേഷമാണ് ഹാൻസ് സുര എന്നുള്ള പേര്. അല്ലാതെ പുള്ളി മാത്രമല്ല, എത്രയോ ആൾക്കാരാണെന്ന് ശബരിമല പ്രശ്നം ഉണ്ടായ സമയത്ത് ചുമ്മാ കിടന്ന് ഷോ ഓഫ് കാണിച്ചിട്ടുള്ളത്. ആ സമയത്ത് മറ്റേ ആചാരാനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. വ്രതാനുഷ്ഠാനത്തിന്റെ ഒരു ഭാഗമാണ് ഹാൻഡ്സ് വെപ്പ്. നോ, ഓക്കെ. അതുകൊണ്ട് ശബരിമല വ്രതാനുഷ്ഠാനത്തിനെ കുറിച്ചിട്ട് പറയരുത്, ഞങ്ങൾ കണ്ടതാണ്. കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. അതില്ല കേട്ടോ. ഒരു കടയിൽ കയറിയിട്ടും നിർബന്ധപൂർവ്വം വെജിറ്റേറിയൻ ആയി നടത്താൻ പാടെന്ന് പറയാറില്ല. ഹലാല് ബോർഡ് വെച്ചതിനും കട കണ്ടു കഴിഞ്ഞാൽ ഹാലാണ്. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു കടയിലും കയറിയിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ശബരിമല സീസൺ ആയതുകൊണ്ട് നിങ്ങൾ വെജിറ്റേറിയൻ ഉണ്ടാക്കണം എന്ന് പറയില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഹലാൽ എന്നുള്ള ബോർഡ് കണ്ട പിന്നങ്ങട്ടെ ഇളകലാണ്. പിന്നെ ആകെ സീനാണ്. പക്ഷെ മലപ്പുറം ജില്ലയിൽ 1 മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്കും ലഭിക്കില്ല. ഇതിന് ഉത്തരം പറയേണ്ടത് മുസ്ലിങ്ങളല്ലാതെ മലപ്പുറത്ത് ജീവിക്കുന്ന ബാക്കി മതസ്ഥരാണ്. ഒരു തുള്ളി വെള്ളം കിട്ടാതെയാണോ നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കല്ലോ മലപ്പുറത്ത്? ഇവനൊക്കെ ഇമാതിരി തെമ്മാടിത്തരം ഒരു നാടിനെ, നമ്മളെ നാടിനെ കുറിച്ച് പറയുമ്പോൾ, ഇത് നമ്മളിവിടെ ജീവിക്കുന്നവർ മാത്രമല്ല കേട്ടോ, മലപ്പുറത്ത് കൂടി പോകുന്ന ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, ഈ മാസം റമദാൻ മാസത്തിൽ നമ്മളെ നാട്ടിൽ കൂടി ട്രാവൽ ചെയ്യുന്ന ഓരോരുത്തർക്കും പറയാം ഇവിടെ വെള്ളം കിട്ടലുണ്ടോ ഇല്ല എന്നുള്ളത്. ഇവിടെ എത്രയോ പേര് കടകൾ തുറന്നു വെക്കാറുണ്ട്. അത് മുസ്ലിം മതത്തിലുള്ളവരും ക്രിസ്ത്യനും ഹിന്ദു ഒക്കെ തുറന്നു വെക്കാറുണ്ട്. പിന്നെ ഒരാളുടെ ഇഷ്ടമാണ് അയാളുടെ സ്ഥാപനം അയാൾ തുറന്നു വെക്കണോ വേണ്ടേ എന്നുള്ളത്. മലപ്പുറക്കാരനായതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ നാട്ടിൽ ഈ റമദാൻ മാസത്തിലാണ് എല്ലാവരും കടയൊക്കെ റിനോവേറ്റ് ചെയ്യുക.
ഇപ്പം ചില റിനോവേഷൻ്റെ ഭാഗമായിട്ട് ചിലർ കട അടച്ചിടും, ചിലർ തുറക്കും. പിന്നെ ഇവിടെ എത്രയോ ആളുകളുണ്ട് നോമ്പെടുത്തിട്ടും കട തുറന്നിട്ട് കടയിലേക്ക് വരുന്ന ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും കൊടുത്ത് വിൽക്കുന്ന എത്രയോ പേര് ഈ നാട്ടിനകത്തുണ്ട്. ഇയാൾ ഏത് കടയിൽ പോയി? അല്ല, ഒന്നും വേണ്ട, സുരേന്ദ്രൻജി ഒരു കാര്യം ചെയ്യും, അടുത്ത പണി ആകുമ്പോഴത്തേക്ക് ഒരു 10 കട ഇങ്ങോട്ട് തുറങ്ങ്, എല്ലാവർക്കും വെള്ളവും സർബത്തും എല്ലാം കൊടുക്കുന്നേ. BJP-ക്കാർ റോട്ടിലിറങ്ങിന്നോട്ടെ, വെള്ളം കൊടുക്കട്ടെ. BJP-ക്കാർ റോട്ടിലിറങ്ങിന്നിട്ട് മലപ്പുറത്ത് എല്ലായിടത്തും എന്ത് ചെയ്യും, എല്ലാ ജംഗ്ഷനിലും BJP-ന്റെ ബോർഡ് വെച്ചിട്ടൊരു സാധനം തുടങ്ങിയിട്ട് നിങ്ങൾ വെള്ളവും ഭക്ഷണവും അത് കൊടുക്ക്. അതല്ല നിങ്ങൾ മാതൃകയാവുണ്ട്. അല്ലാതെ ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞില്ലേ അന്ന് ഈ കടന്ന് കരയാണ് വേണ്ടത്. ശുദ്ധ തെമ്മാരത്തിനും വിളിച്ചു കൂട്ടിയെ മതപരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് അതിനെയാണ് ഏറ്റവും വലിയ ഓൾറെഡി ചവിട്ടി പുറത്താക്കി. സൈഡാണ്, വേറെ വഴിയില്ല. ഇപ്പൊ മലപ്പുറത്തിന്റെ തലേക്ക് വന്ന് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞപ്പോ അയാൾക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടി. എന്നാ കൂട്ടത്തിൽ ഞാനും കേറി കുറച്ചൊന്ന് പറയാലോ എന്ന് വിചാരിച്ചിട്ട് ചാടി കേറി ഒന്ന് അടിച്ചതാണ്. വെള്ളാപ്പള്ളി പണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടോ? ഏത് ചാനലാ? ഏഷ്യാനെറ്റ്. ആ തൂറി മെഴുകിയല്ലാടെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി എല്ലാ ചാനലിലും വന്ന് തൂറി മെഴുകുക. വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ന്യായീകരിച്ച് ഒരു വഴിക്കാവുന്നുണ്ട്. ഇനിയിപ്പോ ഇയാളെ കാര്യം ഞാൻ പറയില്ല, കാരണം എന്താ പറയുക, ബീഫ് കഴിച്ചിട്ട് ഉള്ളിയാന്ന് പറഞ്ഞ മനുഷ്യൻ അതിനും കൂടുതൽ ഉരുളക്കിഴങ്ങ് ഉള്ളിയായിരുന്നു. ഈ വോട്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു. എന്നാലും ശബരിമല പോയപ്പോഴുള്ള ആ വെപ്പ് അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം. എന്ത് ഫാസിസാണ് ഇത്? പുള്ളിയുടെ നേരെ അനുഭവം പുള്ളി പറയാം. അങ്ങനെയാണെങ്കിൽ പുള്ളി ആ സ്ഥലത്തിന്റെ പേരിൽ പറയാൻ പറഞ്ഞു പറ്റൂലല്ലോ, അത് നമ്മൾ ഉണ്ടെങ്കിലല്ലേ. അല്ല, അത് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യത്തിന് വായവർക്കുണ്ട്, തിന്നാനും തോണ അറിയാം. കൂടുതൽ ഇത് ഫാസിസത്തിനെ കുറിച്ചൊക്കെ പറയണേ. എന്താ ഫാസിസം? ഒരാഴ്ച ആയില്ലോ സിനിമ ഇറങ്ങിയിട്ട്, അപ്പൊ ഫാസിസം അല്ലായിരുന്നു. ഫാസിസത്തിനെ കുറിച്ചിട്ടൊക്കെ നോർത്തിലൊക്കെ നിങ്ങളെ പാർട്ടി ഇല്ലേ, ബീഫ് നിങ്ങൾ തിന്നൂല, തിന്നണോനെ വെട്ടിക്കൊല്ലും ചെയ്യും. ഒന്നും വേണ്ട, ദീപിക പദുക്കോണ 10ാം സിനിമ അല്ലേ, ജഡ്ഡീനെ കളർ നോക്കിയിട്ട് വരെ കച്ചറുണ്ടാക്കിയ ടീം. ഒരു മിനിമം ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നില്ല. ആ ബെൽറ്റ്, പശു ചാണകം ആ ബെൽറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും എന്താ പറയുക, തീരാത്ത ഒരു തരം ചൊറിയുണ്ടല്ലോ അല്ലേ ഒരു നാടിനോട്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ സങ്കടം. ഞങ്ങളെ നാടിനോട് ഞാൻ കേട്ടിട്ടുണ്ട് ചില സംഘികൾ പച്ചയ്ക്ക് എന്ത് ചെയ്യുന്നറിയോ, അവരിങ്ങനെ പറയും മലപ്പുറം പാകിസ്ഥാനാണ് അത്രയും വൃത്തികെട്ട വർഗീയത മനസ്സിൽ കിടന്ന് ഇങ്ങനെ തിളക്കുന്നുണ്ട്. അത് പറയാൻ തോന്നുന്നേ, അല്ലെങ്കിൽ പറയാൻ തോന്നൂല. ഈ ചെറ്റ വർത്താനം പറയുന്ന കുറെ അലവലാദികളുണ്ട് ഈ രാഷ്ട്രീയപരമായിട്ട്. അങ്ങനെയുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ അവഗണിച്ച് തള്ളിക്കളയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുക. ഇതിപ്പോ എന്താ പറയുക, എത്ര അവഗണിച്ചാലും സോഷ്യൽ മീഡിയ ഉള്ളവർക്കെല്ലാം കാണാം, മൈക്കും ക്യാമറയും കാണുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ആളാവണം, പാർട്ടിയിൽ നിലനിൽപ്പ് ഒന്ന് റെഡി ആക്കണം എന്നുണ്ട്. ഇങ്ങനത്തെ വർത്താനം പറഞ്ഞില്ലേ, പിന്നെ കുറെ ഫേക്ക് വെച്ച് കുറെ കൂടുതൽ പറഞ്ഞാലും മതി. അത് വേറെ പരിപാടി. മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല, വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു. ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല. വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ. ഒരു വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രസവം വീട്ടിൽ നടത്തി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെയല്ല, അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള പിന്നെ അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത്, വാക്സിനേഷൻ പാടില്ല. ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു തരത്തിൽ റാഡിക്കൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. ഒറ്റപ്പെട്ട സംഭവമല്ല സാർ. രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അതൊന്നും ഞാൻ പറയുന്നില്ല. ഉച്ചക്കഞ്ഞി മുടങ്ങി പല സ്ഥലത്തും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു. നിങ്ങൾ ഡൽഹിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെയാണ് അത് മുടക്കുന്നത്? രക്ഷാകർതൃ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല സ്ഥലത്തും യോഗം കൂടി തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. പച്ചയായ യാഥാർത്ഥ്യം എല്ലാം പുള്ളിയുടെ ഇടയ്ക്ക് വാക്കാവുന്ന ശ്രദ്ധിച്ചായിരുന്ന മുസ്ലിം എന്ന് പറഞ്ഞ പുള്ളി വിഴുങ്ങി. ആ പുള്ളിയുടെ ഉള്ളിലുള്ള ചിന്തയാ പുറത്തു വരുന്നത്. പുള്ളിയുടെ മാത്രം ചിന്തകളായി
അതായത് ഇയാൾ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇപ്പൊ നടക്കുന്ന വീട്ടിൽ പ്രസവം ഈ വാക്സിനേഷന്റെ കാര്യം ചില ആളുകളുണ്ട്, ചില ആളുകൾ അത് ജനറലൈസ് ചെയ്ത് ഒരു നാടിന്റെ തലയിൽ കൊടുന്ന് ഒരു മതത്തിൽപ്പെട്ട ആളുകളുടെ തലയിൽ കൊണ്ടുവന്ന് ഇടുന്ന നിങ്ങളുടെയൊക്കെ വേസ്റ്റ് രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ സംഗതി മലപ്പുറത്തിന് മണ്ണിക്ക് എടുക്കണ്ടെന്നേ പറയാനാണ്. മലപ്പുറത്ത് നിന്നല്ല, അങ്ങനെ കേരളത്തിലുള്ള ഒരു ജില്ലയുടെ മുന്നമാരെ കണ്ടാ നമുക്ക് മനസ്സിലാവില്ലൂടാ. ആവശ്യമൊന്നുമില്ല. മുന്നമാരെ കണ്ടാ ഈ അവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. അപ്പൊ പുള്ളി മനഃപൂർവ്വം ജനറലൈസ് ചെയ്ത് ഏതാ സ്ഥലം, രാമനാട്ടൂര് മുതൽ തൃശ്ശൂർ വരെ ബോർഡർ എന്ന് പറഞ്ഞത് ഏതാ സ്ഥലം എന്ന് വെച്ചാൽ അതിപ്പോ പറയണ്ടല്ലോ, ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. സാർ ഞങ്ങൾക്കിപ്പോ എമ്പുരാൻ സിനിമ ഇറങ്ങിയോണ്ട് ഒരു കാര്യം മനസ്സിലായി, മുന്നമാരെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി സ്പോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പൃഥ്വിരാജും മുരളി ഗോപിയും കാണിച്ചു തന്നു. അത് ഞങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് ഭാഗമായിട്ട് നിങ്ങൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ വേണം, വർഗീയത ഉണ്ടാക്കണം. അതിന് പറ്റിയ സ്ഥലം ഏതാ? മലപ്പുറം. അത് ചാടി കയറിയിട്ട് വരും. ഈ നാട്ടിലേക്ക് വാ, ഈ നാട്ടിൽ വന്നിട്ട് ഹബീബി കം ടു മലപ്പുറം ഒരാഴ്ച മലപ്പുറം ആൾക്കാരോട് നിൽക്കുക. അതെ, ഞാൻ മേടിച്ചാൽ ഇതിന്റെ ഫുൾ ചെലവ്. അടുത്ത നോമ്പിന്റെ സമയത്ത് സുരേന്ദ്രൻ മലപ്പുറത്ത് വന്നാൽ ഞാൻ ഫുൾ ചെലവെടുക്കും. പറയുന്ന ഫുഡ് വാങ്ങിച്ചു ഫുൾ ഇപ്പൊ ചോദിച്ചാൽ അപ്പപ്പോ ഫുഡ് മേടിച്ചു തരും. അത് ഞാൻ തരുന്ന ഗ്യാരണ്ടി, ഒരു മലപ്പുറക്കാരന്റെ ഗ്യാരണ്ടിയാണ് സുരേന്ദ്രൻ അടുത്ത വട്ടം വരാം. അത് ഇനി എത്ര ആളെ കൂട്ടിയും വരാം. ചോദിക്കണോ ഫുഡ് അപ്പപ്പ മേടിച്ചു തരും. അത് ബിരിയാണി വന്ന് കഴിക്കും. അത് കോഴിക്കോടിനും പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് പ്രദേശങ്ങൾ ഞങ്ങളിപ്പോ കോഴിക്കോട് നിന്നാണ് ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങൾ മലപ്പുറത്തിന് മാത്രമല്ല പറഞ്ഞു, ഞങ്ങൾ കോഴിക്കോടിന്റെ കാര്യം കൂടി പറയാണ്. കാരണം ഇവർക്ക് ഇങ്ങനെയാണ് ഈ മലപ്പുറം, ഈ മലബാർ ഏരിയ എന്ന് കേട്ടാൽ ചൊറിച്ചില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, മുസ്ലിംസിനെയാണ് ഒരു ഉദ്ദേശിക്കുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം. വേറെ ഒന്നുമല്ല, ഇവർക്ക് ഈ പറഞ്ഞ മനുഷ്യന്മാരുടെ ഇടയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള വേർതിരിവുണ്ട്. അവർ മനുഷ്യന്മാരെ കാണുന്ന അങ്ങനെയാ, ഇവൻ ക്രിസ്ത്യാനി, ഇവൻ മുസ്ലിം, ഹിന്ദു, അല്ലാണ്ട് മനുഷ്യനായിട്ടല്ല കാണുക. അങ്ങനെ വേർതിരിച്ച് കാണുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ വേർതിരിച്ച് കാണുന്ന കുറെ ഊളകളെല്ലാം കൂടെ ഒരു കുടക്കീഴ് വരുമ്പോഴത്തേക്കുമാണ് ഈ പ്രശ്നം ഒന്ന് കൂടി പോകുന്നത്. അല്ലെങ്കിലും അങ്ങനെയാടാ, എന്താ ചെയ്യാ. ഒരു മങ്കിനെ വരെ പറഞ്ഞ് മനസ്സിലാക്കാം, സംഗീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് കാണിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പിന്നെ നമ്മളെ മനസ്സമാനത്തിന് നമ്മൾ പറയുന്നല്ലാതെ വേറെ ഒന്നുമില്ല. എന്താണെങ്കിലും മൂപ്പർക്ക് ഇന്നിപ്പോ കുറച്ച് കടന്നുറങ്ങാം. എന്താ, 2 റീസണാണ്. ഒന്ന്, ഈ സാധനം കണ്ട് മുകളിലോട്ട് എത്തൂലോ. മലപ്പുറത്തിന് പറഞ്ഞ സുരേന്ദ്രൻ മാസ് പാർട്ടിയിലൊരു പോയ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാലായി എന്നുള്ളത്. സൈഡ് ആയിക്കിന് ഇപ്പൊ എന്തെങ്കിലും മലപ്പുറത്തിനെ പറഞ്ഞ് പിടിച്ച് കയറാന്നായിരിക്കും. എന്താണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് മനുഷ്യന്മാർ, അതായത് ഞാൻ പറയുന്നത് യങ്ങർ ജനറേഷനോടാണ് പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനൊക്കെ ഇവൻ്റെ പുഴുക്കുത്തലും ഇവൻ്റെ മനസ്സിനകത്തുള്ള വർഗീയതയാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ആളുകൾ. നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെയൊക്കെ ഫ്രിഞ്ച് എലമെൻസിനെ കണ്ടു കഴിഞ്ഞാൽ അവന്മാരെ പിടിച്ച് ഇങ്ങനെ എടുത്താണ് കളയണം. ഒരു അറ്റൻഷൻ കൊടുക്കരുത്. കണ്ടു കഴിഞ്ഞാൽ കാണുക, നമുക്ക് പറയാനുള്ളത് അല്ലേ, കമൻറ്റ് ബോക്സിൽ 10 വിളി കൊടുക്കുക, തിരിച്ചു പോരുക. പിന്നെ ഇന്നെപ്പോലെ വീഡിയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് നമ്മളെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് 2 വർത്താനം പറയുക, വിടുക. അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ മതം, രാഷ്ട്രീയം, അതിന് അടിമകളായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഞങ്ങളത്ര വിളിച്ചു അല്ലേ, ഒരു വിഷയമില്ല, നോ വിഷയം. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ മലപ്പുറക്കാരനാണ്. എൻ്റെ നാടിന് എന്താണെന്നും എങ്ങനെയാണെന്നുള്ളതും നമ്മളെ നാട്ടിൽ വെള്ളം കിട്ടുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് പുതിയതായിട്ട് ഇനി ബാക്കിയുള്ളവരിലേക്ക് മലപ്പുറത്ത് വെള്ളം കിട്ടില്ല എന്നുള്ളൊരു സാധനമൊന്നും എടുത്ത് പിടിച്ച് പൊക്കി കൊടുത്ത് ഇത് നടക്കരുത്. പഴയ സാധനമാണ് ഇതൊക്കെ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു തെമ്മഴത്തരമാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പഴയ സാധനങ്ങളാണ്. ഇതൊന്നും ഇപ്പൊ വില പോകൂല. കാരണം എന്താ പറയുക, കാലം മാറിയത് അറിയാതെ ഇനിയിപ്പോ അല്ലേ വെറുതെ പാർട്ടി പിടിച്ച് ഇങ്ങനെ എടുത്തെടുത്തിട്ട് സൈഡ് ആക്കുന്നത് കൊള്ളാം. ഇത് പിടിച്ച് വേറെ ആരെങ്കിലും വരുമെന്ന് കാണുന്നുണ്ട്. ഞാനാണോ അല്ലേ, ആരും ആയിരിക്കത്തില്ല. അപ്പുറത്ത് കള്ള കച്ചവടം ചെയ്യുന്ന ആളാണ് ഇപ്പുറത്ത് വന്നിട്ട് ഉപദേശം നോക്കുന്നത്. ഒരു വശത്ത് ഇപ്പുറത്ത് വന്ന് ഉപദേശിക്കുവാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. ഞാനാലോചിക്കുന്നേ, തൃശ്ശൂർ എനിക്ക് വേണം, ആ മനുഷ്യ ഇതിലേറെ ബെറ്റർ അല്ല. പുള്ളിയുടെ ഇമാതിരി ഊളത്തങ്ങൾ വരില്ല. അല്ല, ചിലത് വരാറുണ്ട്, ബ്രാഹ്മണൻ മറ്റേത് അത് പുള്ളിയെ തന്നെ തന്നെ അടിക്കണോണ്ടാ. പക്ഷെ എങ്ങനെ നാടിന് വെച്ചാൽ അടിയില്ല അല്ലേ? ഇല്ലില്ല, ഇങ്ങനത്തെ സാധനം ഇല്ലാവുന്നുണ്ടായേക്ക്. പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം ഈ വിഷയത്തിനകത്ത്.
പുള്ളി എന്താ പറയണമെന്ന് നോക്കാമല്ലോ. അറിയില്ല എന്താ അറിയില്ല. അല്ല തൃശ്ശൂർ ബോർഡർ വരെ എന്നല്ല പറഞ്ഞത്. തൃശ്ശൂർ ബോർഡർ ഇല്ല. പറയില്ല. തൃശ്ശൂർ കയറിയ മാത്രമേ മുമ്പിൽ പറയൂ. അല്ല ബോർഡർ ഉണ്ടല്ലോ. നിങ്ങളൊക്കെ ആരാ? അതെ. അപ്പൊ ഓക്കെ ബൈ.